എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 5th യൂണിറ്റായ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന പാഠഭാഗത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ പേജ് നമ്പർ 71 വരെയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ അജിയുടെ സ്കൂളിന്റെ ഒരു സ്കെച്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഡയറക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായി പേജ് നമ്പർ 72. നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ബെഞ്ച്, മേശ, ബ്ലാക്ക് ബോർഡ് എന്നിവയുടെയൊക്കെ സ്ഥാനം നമ്മൾ സ്കെച്ചിൽ രേഖപ്പെടുത്തിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ രണ്ട് എക്സാമ്പിൾ നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നു. സെക്കൻഡ് ഓൺ ദ ഫസ്റ്റ് ബെഞ്ച്, അതായത് ഒന്നാമത്തെ ബെഞ്ചിലെ രണ്ടാമത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, അവസാനത്തെ ബെഞ്ചിലെ ഒന്നാമത്തേത് എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ പൊസിഷനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുത്തായി ഹൗ വി ലൊക്കേറ്റ് എ പ്ലേസ് ഓൺ എർത്ത്, അതായത് ഭൂമിയിൽ നമ്മൾ ഒരു സ്ഥലം എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോളിലെ ഒരു വീടിന്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്നത് കാണാം. ആ ചിത്രം അല്ലെങ്കിൽ ആ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? അത് ടോപ്പ് ആണോ, ബോട്ടം ആണോ, സെന്റർ ആണോ, ഓൺ വൺ സൈഡ്, അങ്ങനെ ഏത് ഡയറക്ഷനിലാണ് ആ വീട് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഒബ്ജക്റ്റിലെ ഒരു സർഫസിൽ നമ്മൾ എവിടെയാണ് ഒരു പൊസിഷൻ എന്ന് കൃത്യമായി പറയുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക രീതി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ ബോളിലെ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഉള്ള ലൈനുകൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ പുസ്തകത്തിലേക്ക് നോക്കിയാട്ടെ. അവിടെ ഒരു പിക്ചർ തന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ആ ബോളിലെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ലൈനുകൾ വരച്ചിരിക്കുന്നു. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ലൈൻ വരയ്ക്കുമ്പോൾ ആ ബോളിൽ ആ വീടിന്റെ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ലൈനുകൾ വരച്ചിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആൽഫബറ്റ്സും നമ്പർസും ഒക്കെ കൊടുക്കാം. അപ്പോൾ A മുതൽ E വരെയും 1 മുതൽ 8 വരെയും അവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ലൈനുകൾ വരച്ച് നമ്പർ കൊടുത്ത് അല്ലെങ്കിൽ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ആ വീടിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് നോക്കിയിട്ട് ആ വീടിന്റെ പൊസിഷൻ ഒന്ന് പറയാൻ നോക്കിയാട്ടെ. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ ഒന്ന് നോക്കാം. അതായത് ഹൊറിസോണ്ടൽ ലൈനിൽ, അതായത് A മുതൽ E വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മുടെ ആ വീട് നിൽക്കുന്നത് സിക്കും ഡിക്കും ഇടയിലാണ്, അല്ലെ? ശരിയല്ലേ? നോക്കിയാട്ടെ. സിക്കും ഡിക്കും ഇടയിലുള്ള ഭാഗത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത്. ഇനി നമുക്ക് വെർട്ടിക്കൽ ലൈൻ നോക്കാം. വെർട്ടിക്കൽ ലൈനിൽ 5നും 6നും ഇടയിൽ, അതായത് 5നും 6നും ഇടയിലാണ് ആ വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ ഒന്നും കൂടെ പറയാം. ഇൻ ഹൊറിസോണ്ടൽ ലൈൻ ബിറ്റ്വീൻ C ആൻഡ് D, ഹൊറിസോണ്ടൽ ലൈനിൽ സിക്കും ഡിക്കും ഇടയിൽ. ഇൻ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ 5 ആൻഡ് 6, വെർട്ടിക്കൽ ലൈനിൽ 5നും 6നും ഇടയിൽ. അടുത്തായി നമുക്ക് ഒരു ചോദ്യം കൂടെ തന്നിരിക്കുന്നു. അടുത്ത ഒരു ചിത്രം തന്നിട്ട് അവിടെ വീടിന്റെ അല്ലെങ്കിൽ ആ ഹൗസിന്റെ ചിത്രം എന്ന് പറയുന്നത് കുറച്ച് മാറ്റിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ പൊസിഷൻ ഒന്ന് കണ്ടെത്തി നോക്കാം. അപ്പം ചോദ്യം ഞാൻ വായിക്കാം. Now write down the position of this house on the board, അതായത് ഈ ബോളിലെ ഈ വീടിന്റെ പൊസിഷൻ എവിടെയാണ് എന്നൊന്ന് കണ്ടെത്താൻ. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ നോക്കാം. അവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ ഡിക്കും ഇക്കും ഇടയിലാണ് അതിന്റെ പൊസിഷൻ. അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈനിൽ 2നും 3ക്കും ഇടയിലാണ് അതിന്റെ പൊസിഷൻ. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ എഴുതാം. ഇൻ ഹൊറിസോണ്ടൽ ലൈൻ ബിറ്റ്വീൻ C ആൻഡ് D, ഇൻ വെർട്ടിക്കൽ ലൈൻ ബിറ്റ്വീൻ 5 ആൻഡ് 6. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ബോളിൽ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് ഉള്ള സാധനത്തിൽ ഒരു പൊസിഷൻ നമ്മൾ അടയാളപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ ഹൊറിസോണ്ടൽ ലൈനുകളും വെർട്ടിക്കൽ ലൈനുകളും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ പൊസിഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരുമ്പോൾ അതിന്റെ പൊസിഷൻ കണ്ടെത്താൻ അല്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഇങ്ങനെയുള്ള ലൈനുകൾ. അടുത്തതായി നമുക്കൊരു ഗ്ലോബ് നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ ഒരു ഗ്ലോബിന്റെ ചിത്രം തന്നിരിക്കുന്നു. അവിടെ ദാണ്ട് ആ ഗ്ലോബിന്റെ ചിത്രത്തിന് നടുക്കൂടി ഒരു വലിയ റെഡ് മാർക്ക് കാണാം, ഒരു റെഡ് ലൈൻ കാണാം. അതിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഭൂമധ്യരേഖ എന്നാണ്. അതായത് ഈ ഗ്ലോബിന്റെ സെന്ററിൽ കൂടി, അതായത് മധ്യത്തിൽ കൂടി പോകുന്ന ഈ റെഡ് ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേറ്റർ എന്ന് പറയും. അതായത് ഈ ഇക്വേറ്റർ, അതായത് ഈ റെഡ് ലൈൻ
ആ ഗ്ലോബിനെ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കുന്നു. ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ അർദ്ധഗോളങ്ങളാണ്. അതായത് ആ റെഡ് ലൈനിൽ കൂടി നമ്മൾ മുറിക്കുകയാണെങ്കിൽ അത് രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് മാറും, അർദ്ധഗോളങ്ങളായിട്ട് മാറും. അങ്ങനെ രണ്ട് അർദ്ധഗോളങ്ങളെ അല്ലെങ്കിൽ ഹെമിസ്ഫിയറിനെ അവിടെ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. മുകളിലുള്ള എ എന്ന് മാർക്ക് ചെയ്ത ഹെമിസ്ഫിയറിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. നോർത്ത് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്തിനെ നമ്മൾ നോർത്ത് എന്നാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മുകൾ ഭാഗത്തെ എ എന്ന് മാർക്ക് ചെയ്തതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ സതേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കും. സതേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് താഴ്ഭാഗമാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയാം. നമ്മുടെ എർത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിന്റെ ഈ നടുക്കൂടെ കാണുന്ന ലൈൻ, അതായത് സെന്ററിൽ കൂടി കാണുന്ന ആ ലൈനിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇക്വേറ്റർ. അതിന്റെ മലയാളം ഭൂമധ്യരേഖ എന്നാണ്. ഈ ഇക്വേറ്ററിന്റെ മുകൾ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴ്ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് സതേൺ ഹെമിസ്ഫിയർ എന്നും ആണ്. അപ്പോൾ ഇക്വേറ്ററും നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി പറയാം. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഇക്വേറ്ററിനെ, അതായത് ഈ നടുക്കൂടി പോകുന്ന ഭൂമധ്യരേഖയ്ക്ക് മുകളിലും താഴെയും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിന് പാരലായിട്ട് മറ്റ് ലൈനുകളുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലോബിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഇക്വേറ്ററിന്റെ മുകളിലും താഴെയും കാണുന്ന പാരലായി കാണുന്ന, അതായത് സമാന്തരമായി ഈ ഇക്വേറ്ററെ മുട്ടാതെ അതിന്റെ മുകളിലും താഴെയും പാരലായിട്ട് വരച്ചിരിക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ഇക്വേറ്റർ ആൻഡ് ദ അതർ സർക്കുലർ ലൈൻസ് drawn above and below parallel to it, these are the lines of latitude എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററും അതേപോലെയുള്ള സർക്കുലർ ലൈൻസ് എന്ന് വെച്ചാൽ ഈ ലൈനുകൾ ഈ ഗ്ലോബിന് ചുറ്റിനും വരയ്ക്കുകയാണ്. സർക്കിൾ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സർക്കുലർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേറ്ററും അതിനോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള അതർ സർക്കുലർ ലൈൻസുകളും ഡ്രോ എബവ് ആൻഡ് ബിലോ, അതായത് മുകളിലും താഴെയും വരച്ചിരിക്കുന്നു. പാരലൽ ടു ഇറ്റ്, അതായത് ഈ ഇക്വേറ്ററിന് പാരലായിട്ട് ഇതേ മുട്ടാതെ വരച്ചിരിക്കുന്നു. These are the lines of latitude. ഇതിനെയാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയും. അപ്പോൾ രണ്ട് പേരുകളാണുള്ളത്, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. ഒന്നും കൂടെ പറയാം. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ the equator and the other circular lines drawn above and below parallel to it, these are the lines of latitude. അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് മറ്റൊരു ലൈനും കൂടി ഉണ്ട്, അതാണ് അതിലെ വെർട്ടിക്കൽ ലൈൻ. അതായത് ആ ഗ്ലോബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരച്ച അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലാറ്റിറ്റ്യൂഡ് ലൈൻസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെർട്ടിക്കൽ ആയിട്ട് ഉള്ള ലൈൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ലൈൻസുകളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളാം. The semicircular lines drawn perpendicular to the lines of latitudes or latitudinal lines, these are longitudinal lines or lines of longitudes. അതായത് ഈ പറഞ്ഞ ലൈനിന് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്നും താഴേക്ക്, അതായത് ഗ്ലോബിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ ഒന്നും കൂടി പറയാം. ദി സെമി സർക്കുലർ ലൈൻസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓർ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, ദീസ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്നും അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നും രണ്ട് പേരുകളാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ലൈനുകളാണ്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട്, ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, നമ്മുടെ ലാറ്റിറ്റ്യൂഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളെ സെമി സർക്കുലർ ലൈനുകളെ. സെമി സർക്കുലർ എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞത് സർക്കുലർ ആയിരുന്നു, ഇപ്പോൾ വരയ്ക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക് സെമി സർക്കുലർ ആണ്, ഫുൾ സർക്കിൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ലൈനുകളെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എർത്തിലെ ഒരു ലൊക്കേഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതിന്, കണ്ടെത്തുന്നതിന് ഈ ഇമാജിനറി ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ? ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡ് ലൈൻസും. അപ്പോൾ ഈ
പറഞ്ഞ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും വരയ്ക്കുന്ന ഈ ലൈനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എർത്തിലെ ഒരു പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റൂ. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ഒരു ബോളിനകത്ത് നമ്മൾ ഒരു വീട് വെച്ചിട്ട് വീടിന്റെ പടം വെച്ചിട്ട് അത് എവിടെയാണെന്ന് കണ്ടെത്താൻ നോക്കുമ്പോൾ അതിന് കൃത്യമായ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരച്ചിട്ട് പേര് കൊടുത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബിലെ അല്ലെങ്കിൽ എർത്തിലെ ഒരു പൊസിഷൻ കൃത്യമായിട്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലൈനുകൾ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഗ്ലോബിൽ വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്നും ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒരു നോട്ടായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യമായിട്ട് നമുക്ക് നോക്കാവുന്നത് ഇക്വേറ്റർ ആണ്. Equator is an imaginary line that runs around the middle of the earth. എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആണ്, എന്ന് വെച്ചാൽ ഒരു സാങ്കല്പിക രേഖയാണ്. ദാറ്റ് റൺസ് അറൌണ്ട് ദ മിഡിൽ ഓഫ് ദ എർത്ത്, എർത്തിന്റെ നടുക്കുകൂടി പോകുന്ന ഒരു സാങ്കല്പിക രേഖ, അതിനെയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻടു ടു ഹെമിസ്ഫിയർ. അതായത് ഈ ലൈൻ ഗ്ലോബിനെ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കും, അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കും. ഒന്നാമത്തേത് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും. അടുത്ത ചോദ്യം ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓർ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അതായത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് രണ്ട് പേരുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ദ സർക്കുലർ ലൈൻസ് ഡ്രോൺ എബവ് ആൻഡ് ബിലോ പാരലൽ ടു ഇക്വേറ്റർ. അതായത് ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന സർക്കുലർ ലൈൻ, എബവ് ആൻഡ് ബിലോ മുകളിലും താഴെയുമായിട്ട്. These are the lines of latitudes or latitudinal lines. അതായത് ഇതിനെയാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്നറിയപ്പെടുന്നത്. The biggest latitudinal lines is equator. അതായത് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഇക്വേറ്റർ ആണ്. അത് നിങ്ങൾക്ക് ഗ്ലോബിലേക്ക് നോക്കിയാൽ കാണാം. അതായത് നടുക്കൂടെ വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും ഏറ്റവും വലിപ്പം കൂടുതൽ. മുകളിലേക്ക് പോകുന്തോറും അത് ചെറുതായി വരും, താഴേക്ക് വരുമ്പോഴും അത് ചെറുതായി വരും. അപ്പോൾ നടുക്കൂടി പോകുന്ന ദ ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ ഈസ് ഇക്വേറ്റർ. ആ നടുക്കൂടി പോകുന്ന ഏറ്റവും വലിയ ലൈനിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. The semicircular lines drawn perpendicular to the lines of latitudes or latitudinal lines. അതായത് ലാറ്റിറ്റ്യൂഡിന് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സെമി സർക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. These are longitudinal lines or lines of longitude. ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പൊ നമുക്ക് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന വരകളെയാണ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് വിളിക്കുന്നത്. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് വെർട്ടിക്കൽ ലൈൻസ് ആണ്. അതായത് വെർട്ടിക്കൽ ആയിട്ടാണ് അതിനെ നമ്മൾ വരയ്ക്കുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സർക്കുലർ ലൈൻസ് ആണ്. അതായത് വൃത്താകൃതിയിലാണ് നമ്മൾ അതിനെ വരയ്ക്കുന്നത്. ആ സമയത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് സെമി സർക്കുലർ ലൈൻസ് ആണ്. അതായത് പകുതി സർക്കിൾ മാത്രമേ ഉള്ളൂ. മുകളിൽ നിന്നും താഴേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ പകുതി സർക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സെമി സർക്കുലർ ലൈൻ ആണ്. അടുത്ത ചോദ്യം, ഹൗ ടു ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദ എർത്ത്. അതായത് എർത്തിലെ ഒരു പ്ലേസിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ഇമാജിനറി ലൈൻസ് ലൈക്ക് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അതായത് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും പോലെ ഇമാജിനറി ലൈനുകൾ, അതായത് യഥാർത്ഥ വരകളൊന്നുമല്ല, ഭൂമിയിൽ അങ്ങനെ വരകളൊന്നും ഇല്ല. അതായത് ഇമാജിനറി ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എർത്തിലെ ഒരു പൊസിഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ആ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തതായി ഗ്ലോബ് ആൻഡ് മാപ്പ് ആണ്. ഗ്ലോബ് എന്താണ്, മാപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. എ ഗ്ലോബ് ഈസ് എ സ്പെറിക്കൽ മോഡൽ ഓഫ് ദ എർത്ത്. അതായത് എർത്തിന്റെ ഒരു സ്പെറിക്കൽ മോഡൽ, ഗോളാകൃതിയിലുള്ള ഒരു മോഡൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബ് എന്ന് പറയുന്നത്. എന്നാൽ മാപ്പ് അങ്ങനെയല്ല. നമുക്കറിയാം മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭിത്തിയിലൊക്കെ തൂക്കിയിടുന്ന സൈസിലാണ്. അപ്പോൾ അത് നോക്കിയാട്ടെ മാപ്പ് എന്താണെന്ന്. when the features of the earth surface are drawn on a flat surface we can develop a map. അതായത് എർത്തിന്റെ ഫീച്ചേഴ്സിനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പരന്ന പ്രതലത്തിലേക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? മാപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ആ ചോദ്യം ഉത്തരം ഒന്നുകൂടെ നോക്കാം. ചോദ്യം, ഗ്ലോബ്. A globe is a spherical model of the earth.
അടുത്ത ചോദ്യം, മാപ്പ്. When the features of the earth's surface are drawn on a flat surface, we can develop a map. അപ്പോൾ പേജ് നമ്പർ 74-ൽ ഗ്ലോബും വേൾഡ് മാപ്പും തന്നിരിക്കുന്നു. ഗ്ലോബ് എന്ന് പറയുന്നത് എർത്തിന്റെ ഒരു ആക്ച്വൽ സൈസ് പോലെ ഇരിക്കും. പക്ഷെ വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ വേൾഡ് മാപ്പിനുണ്ട്, ഗ്ലോബിന് ആ പരിമിതികൾ കുറവാണ്. അടുത്തായി ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള. കേരളത്തിന്റെ മാപ്പ് നമുക്ക് നോക്കാം. അവിടെ മാപ്പിലെ ABC എന്ന് പറഞ്ഞ 3 ഭാഗങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ആ മാപ്പിന്റെ ടൈറ്റിലാണ്. കേരള പൊളിറ്റിക്കൽ മാപ്പ് എന്നാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന മാപ്പിന്റെ പേര്. ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. അതിന്റെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി വരച്ചിരിക്കുന്ന ഡയറക്ഷൻ ആണ്. സി എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാപ്പിനകത്ത് വരച്ചിരിക്കുന്ന ചില ചിഹ്നങ്ങൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, ഇതൊക്കെയാണ് ഇൻഡെക്സിനകത്തായിട്ട് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് ഒന്നും കൂടെ നോക്കാം. The title is generally given at the top of the map. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് സാധാരണ മാപ്പിന്റെ ടോപ്പിലാണ് തരാറുള്ളത്. The title refers to the content of the map. അതായത് ഈ മാപ്പിൽ എന്ത് കണ്ടന്റ് ആണ്, എന്ത് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഈ ടൈറ്റിൽ കാണാം. അപ്പോൾ നമ്മുടെ മാപ്പിൽ തന്നിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കേരള പൊളിറ്റിക്കൽ മാപ്പ്. അപ്പോൾ നമ്മള് ഇത് എന്താണ്, നമ്മുടെ പൊളിറ്റിക്കൽ മാപ്പ് ആണ്. അപ്പോൾ ഇതുപോലെ പല മാപ്പുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു, check out the titles given to the different maps in the social science lab of your school. നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബിലെ പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. അവയുടെ പേരുകൾ എന്താണ് അല്ലെങ്കിൽ അവയുടെ ടൈറ്റിലുകൾ എന്താണ് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ടൈറ്റിലുകൾ ഞാൻ പറയാം. These are the various types of map. ഒന്നാമത്തെ ഫിസിക്കൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, എക്കണോമിക് മാപ്പ്, കൾച്ചറൽ മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്, തിമാറ്റിക് മാപ്പ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. ഞാനിപ്പോ ഒരു 7-8 എണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പറയാം. ദ ടൈറ്റിൽ, അതായത് മാപ്പിന്റെ ടൈറ്റിൽ എന്താണെന്ന് പറയാം. ദ ടൈറ്റിൽ ഈസ് ജനറലി ഗിവൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്. അപ്പൊ ഇതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ദ സിംബൽ ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻസ്. അതായത് ഡയറക്ഷൻസ്, ദിശ അറിയുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന സിംബൽസിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. 3-4 തരത്തിലുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ നോക്കാം. അതിനകത്ത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാപ്പിലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ അത് നമുക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ലിസ്റ്റ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് to the north of Thrissur and ones to the south of Thrissur. അതായത് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞാല് കടൽ തീരമുള്ള ജില്ലകൾ. തൃശ്ശൂരിന് വടക്കുള്ള കടൽ തീരമുള്ള ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടൽ തീരമുള്ള ജില്ലകളും ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അപ്പോൾ നോർത്തിലെ കടൽ തീരമുള്ള ഡിസ്ട്രിക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇനി സൗത്തിലേക്ക് വന്നാൽ കടൽ തീരമുള്ള ജില്ലകൾ എന്ന് പറയുന്നത് എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ തൃശ്ശൂരിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം തന്നിരിക്കുന്നത്. തൃശ്ശൂരിന് വടക്കോട്ട് കടൽ തീരമുള്ള ജില്ലകളും തെക്കോട്ട് കടൽ തീരമുള്ള ജില്ലകളുമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് which state lies to the east of the Kerala? അതായത് കേരളത്തിന്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ തമിഴ്നാട്. അപ്പോൾ ഒരു മാപ്പിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ടൈറ്റില്, രണ്ടാമത്തേത് ഡയറക്ഷൻ. ഇനി മൂന്നാമത്തേത് നോക്കാം, ഇൻഡെക്സ്. The index given in a map helps to identify the features of the map. അതായത് ഒരു മാപ്പിന്റെ ഫീച്ചേഴ്സ് കണ്ടെത്താൻ, പ്രത്യേകതകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഇത് ഇൻഡെക്സ് ഗിവൺ ഇൻ എ മാപ്പ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ മാപ്പ്. ഇവിടെ നമുക്ക് ഇൻഡെക്സ് തന്നിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ ഓരോ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ നോക്കിയിട്ട് ഇത് എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനെ സഹായിക്കുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. The essential components of a map. അതായത് ഒരു മാപ്പിന്റെ essential components ഏതൊക്കെയാണ്? അപ്പോൾ 3 എണ്ണമാണ് essential components ആയിട്ടുള്ളത്. ഒന്ന് ടൈറ്റിൽ, 2 ഡയറക്ഷൻ, 3 ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം.
First, title. The title is generally given at the top of the map. The title refers to the content of the map. രണ്ടാമത്തെ direction, indicating the directions. മൂന്നാമത്തെ index. The index given in a map helps to identify the features of the map. അടുത്തതായി, observe the index given on the map of Kerala in your social science lab. നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബിൽ തന്നിരിക്കുന്ന മാപ്പിലെ ഇൻഡെക്സിൽ ഇത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നാമത്തേത് സ്റ്റേറ്റ് ബൗണ്ടറി, രണ്ടാമത്തേത് ഡിസ്ട്രിക്ട് ബൗണ്ടറി, അടുത്തത് റിവർ, നാഷണൽ ഹൈവേസ്, റെയിൽ റോഡ്, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, പോർട്ട്, എയർപോർട്ട്, സ്റ്റേറ്റ് ഹൈവേസ്. അപ്പോൾ ഇതിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില സിംബൽസുകളുണ്ട്. അത് നമ്മുടെ മാപ്പിൽ നോക്കി കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 74ൽ തന്നിരിക്കുന്ന മാപ്പ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവിടെ നമുക്ക് ഡിസ്ട്രിക്ട്സുകളുണ്ട്. ഓരോ ഡിസ്ട്രിക്ട്സുകൾക്കും ഓരോ നിറങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാ അങ്ങനെ നിറങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ ഡിസ്ട്രിക്ട്സുകളും നമുക്ക് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ഗ്ലോബിലും അല്ലെങ്കിൽ എല്ലാ മാപ്പിലും കൊടുക്കുന്ന ഒരു കോമൺ നിറമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിറമുണ്ട്. അതേതാണെന്ന് നോക്കാം. അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വിച്ച് കളർ ഈസ് യൂസ്ഡ് ടു represent water bodies in the globe and the map. അതായത് മാപ്പിലെയും ഗ്ലോബിലെയും വാട്ടർ ബോഡീസിന് വാട്ടർ ബോഡീസ് എന്ന് വെച്ചാൽ ജലാശയങ്ങൾ, അതായത് കടൽ, കായൽ, കുളങ്ങൾ, അങ്ങനെയുള്ള ജലാശയങ്ങൾക്ക് നൽകുന്ന നിറം, വാട്ടർ ബോഡീസിന് നൽകുന്ന നിറം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ബ്ലൂ ആണ്. ഇനി നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്ലോബ് ശ്രദ്ധിച്ചാൽ മതി. കടലിനൊക്കെ നീല നിറത്തിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്ലൂ കളറാണ് വാട്ടർ ബോഡീസിന് നൽകുന്നത്. അടുത്തതായി ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. എക്സാമിൻ ദ മാപ്പ് ഓഫ് കേരള ആൻഡ് ഫൈൻഡ് ആൻഡ് ഡ്രോ ദ സിംബൽസ് ഇൻഡിക്കേറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ഇൻ ദ ഗിവൺ ടേബിൾ. അതായത് കേരളത്തിന്റെ ഒരു മാപ്പ് നോക്കിയിട്ട് അതിനകത്ത് ഈ ചിഹ്നങ്ങളൊക്കെ, ഈ സിംബൽസ് ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡെക്സിലെ സിംബൽ ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റോഡ്, റോഡിന്റെ സിംബൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് റെയിൽ റോഡ്, റെയിൽ റോഡിന്റേത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അടുത്തത് റിവർ, റിവറിന്റേത് നോക്കാം. അടുത്തായിട്ട് പോർട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇൻഡെക്സും സിംബലും. അപ്പോൾ ഇത് നമ്മളൊന്ന് മനപ്പാഠമാക്കി വെക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ സിംബൽ തന്നിട്ട് അതിന്റെ ഇൻഡെക്സ് എന്താണെന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി നമുക്കൊരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ് കാർട്ടോഗ്രാഫി. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കാർട്ടോഗ്രാഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്. അതായത് മാപ്പുകൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു പ്രിപ്പയർസ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. അതായത് ഈ മാപ്പ് തയ്യാറാക്കുന്ന ആളിനെ പറയുന്ന പേര് കാർട്ടോഗ്രാഫർ എന്നാണ്. സർവേ ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിംഗ്, വെരിഫൈയിങ് ആൻഡ് പബ്ലിഷിംഗ് മാപ്സ് ഇൻ അവർ കൺട്രി. അതായത് സർവേ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്തെ മാപ്പുകൾ പരിശോധിക്കുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ജോലി അവർക്കാണ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ദ ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. അതായത് ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. അടുത്തതായി നമുക്കൊരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ് ഓഫ് യുവർ സ്കൂൾ ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. അതായത് സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബിലെ കേരളത്തിന്റെ മാപ്പ് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള, സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്. തെക്കേ അറ്റം എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിന്റെ താഴ്ഭാഗമാണ്. അത് അതിന്റെ ആൻസർ തിരുവനന്തപുരമാണ്. ദ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള. കേരളത്തിന്റെ നോർത്തേൺ മോസ്റ്റ്, വടക്കേ അറ്റത്തുള്ള ജില്ല. വടക്കേ അറ്റം എന്ന് പറഞ്ഞാൽ മാപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ്, അത് കാസർഗോഡാണ്. ദ ഡിസ്ട്രിക്ട് വിച്ച് ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് 2 states. അതായത് രണ്ട് സ്റ്റേറ്റുകളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് നമുക്കുണ്ട്. അത് നമുക്ക് മാപ്പിലേക്ക് നോക്കാം ഏതാണെന്ന്. അത് വയനാടാണ്. തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന, അതിർത്തി പങ്കിടുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ് വയനാട്. അപ്പോൾ അതിന്റെ ആൻസർ വയനാട്. അടുത്തത്, ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഭാരതപ്പുഴ ഫ്ലോസ്. അതായത് ഭാരതപ്പുഴ ഒഴുകുന്നത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അടുത്തത്, ഡയറക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റെയിൽവേ ലൈൻ. കാസർഗോഡ് എന്ന് വെച്ചാൽ മുകളിലാണ്, തിരുവനന്തപുരം എന്ന് വെച്ചാൽ താഴെയാണ്. അപ്പോൾ അതിന്റെ റെയിൽവേ ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. അടുത്തത്, ദ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള. കേരളത്തിന്റെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതിന്റെ ആൻസർ തമിഴ്നാട്, കർണാടക.
അടുത്തതായിട്ട് ലെറ്റ്സ് ഫൈൻഡ് ദ ഡിസ്ട്രിക്ട്സ്, അതായത് ജില്ലകൾ കണ്ടെത്താനായിട്ടാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ജോലി തന്നിരിക്കുകയാണ്. അത് ഇത്രയും ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ മാപ്പ് A3 വലിപ്പത്തിലുള്ള ഒരു പേപ്പറിലായിട്ട് പ്രിന്റ് എടുത്തിട്ട് അതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ഓരോ ജില്ലകളായിട്ട് ഡിസ്ട്രിക്ട്സ് ആയിട്ട് അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കുക. ഓരോരുത്തരും വന്ന് ഓരോന്ന് എടുത്തിട്ട് ആ ഡിസ്ട്രിക്ട്സിനെ പറ്റിയുള്ള പ്രത്യേകതകളും അത് ഏത് ജില്ലയാണെന്നും ഒക്കെ ഒന്ന് ഉറക്കെ നമ്മുടെ ക്ലാസ്സിൽ കേൾക്കത്തക്ക രീതിയിൽ പറയുക. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ജോലി. അത് നിങ്ങൾ ചെയ്തോളുക. അടുത്തതായി now shall we prepare an ID card for the districts that each groups got. What can be included in the ID card of a district? അതായത് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കുന്നു. അത് ചേർത്തുകൊണ്ട് ഓരോ ജില്ലകളുടെ ഒരു ID കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, ലൊക്കേഷൻ, നൈബറിംഗ് സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട്സ്, എയർപോർട്ട്, പോർട്ട്, റെയിൽവേ, സീഷോർ, അതർ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ID കാർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോഡലായിട്ട് ഒരു ID കാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നിർമ്മിച്ച ID കാർഡ്. അപ്പോൾ അത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെയാണ്. അപ്പോൾ ഞാൻ അതിന്റെ മുകളിലായിട്ട് തിരുവനന്തപുരം എന്ന് എഴുതി. ലൊക്കേഷൻ ദ സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള, കേരളത്തിന്റെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ് തിരുവനന്തപുരം. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പൊസിഷൻ എന്ന് പറയുന്നത് 8.17 ഡിഗ്രി ടു 8.54 ഡിഗ്രി നോർത്ത്, 76.41 ഡിഗ്രി ടു 77.17 ഈസ്റ്റ്. അതാണ് അതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നൈബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാട്, നൈബറിംഗ് ഡിസ്ട്രിക്റ്റ് കൊല്ലം, എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ, പോർട്ട് വിഴിഞ്ഞം, സീഷോർ 75 കിലോമീറ്റർ. അതർ ഫീച്ചേഴ്സ് ഒന്നാമത്തേത് ക്യാപിറ്റൽ സിറ്റി, രണ്ടാമത്തേത് ഹെഡ് ഓഫീസ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി, അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അടുത്തത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അടുത്തത് കോവളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ലാസ്റ്റ് ടെക്നോ പാർക്ക് ദ ഫസ്റ്റ് IT പാർക്ക് ഇൻ ഇന്ത്യ. അപ്പോൾ അതർ ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്യാപിറ്റൽ സിറ്റി അതായത് തലസ്ഥാന നഗരം, അടുത്തത് ഹെഡ് ഓഫീസ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്പേസ് സെന്റർ ഉണ്ട്, അതിന്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നാണ്. അടുത്തത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, അതായത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അത് തിരുവനന്തപുരത്താണ്. അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. അടുത്തതായിട്ട് കോവളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, കോവളം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അടുത്തതായിട്ട് ടെക്നോ പാർക്ക്, അത് തിരുവനന്തപുരത്താണ്. ദ ഫസ്റ്റ് IT പാർക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കാണ് ടെക്നോ പാർക്ക്. അപ്പോൾ ഇത്രയുമാണ് കേരളത്തെ പറ്റി നമ്മൾ മാപ്പിൽ നിന്നും വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മാപ്പിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ. ഇത്രയും നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് വരുന്നത് ഇന്ത്യയുടെ മാപ്പിനെ പറ്റിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത പാർട്ട് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്.